A shopkeeper marks an article 25% above the cost price and allows a discount of 20%. His gain or loss is dash. Answer A 5% gain, B 4% gain, C no gain no loss, D 5% loss. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഷോപ്പ് കീപ്പർ ആർട്ടിക്കിളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് അതിൻ്റെ കോസ്റ്റ് പ്രൈസിനേക്കാൾ 25% കൂടുതലാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ 125% ആണ് മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ്. ആ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസിൽ 20% ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നു വിൽക്കുമ്പോൾ. അപ്പോൾ 20% ഡിസ്കൗണ്ട് അലൗ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റായിട്ടാണ് വിൽക്കുന്നത്? 80% ആയിട്ടാണ് വിൽക്കുന്നത്. ആരുടെ 80%? മാർക്ക് പ്രൈസിൻ്റെ 80% ആയിട്ട് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ, ഗെയിനാണോ ലോസ് ആണോ, അത് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതിനു വേണ്ടി ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് എക്സ് ആയിട്ട് അങ്ങ് എടുക്കാം. ഈ ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എക്സ് ആയിട്ട് വിചാരിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ 25% എബോയാണ്. അപ്പോൾ 125% ഓഫ് എക്സ് ആണ് മാർക്കറ്റ് പ്രൈസ്. ദാറ്റ് ഈസ് 125/100 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 125x/100. ഇനി ഇതിന് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് 20% ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള തുകയ്ക്കാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 125/x/100, അതിൻ്റെ 20% കുറച്ചപ്പോൾ 80% ഓഫ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിൻ്റെ 80% ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 80% വെച്ചാൽ 80/100 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് 125x/100. ഇവിടെ നമുക്ക് 125 5 ഡിവിസിബിൾ 25 ഡിവിസിബിൾ 5 ടൈംസ്, 100 4 ടൈംസ്. ഈ 4 കൊണ്ട് 8 ഡിവൈഡ് ചെയ്യാൻ 20 കിട്ടും. ആ 20യുടെ 0യും 100ൽ 0യും ക്യാൻസൽ ചെയ്യാം. 2 10th 5 ടൈംസ്. അപ്പോൾ ഇവിടെ 5 വരും, ഇവിടെ ഒരു 5 ഉണ്ട്. 5ഉം 5ഉം ക്യാൻസൽ. അപ്പോൾ ഇത് എല്ലാം ക്യാൻസൽ ആയി പോയി, ബാക്കി എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എക്സ് എന്ന് കിട്ടി. കോസ്റ്റ് പ്രൈസ് എത്ര തന്നെയാണ്? എക്സ്. സെല്ലിംഗ് പ്രൈസ് എത്ര തന്നെയാണ്? എക്സ്. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എന്നുള്ള കമ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് കൂടുതലും സെല്ലിംഗ് പ്രൈസ് കുറവുമാണെങ്കിൽ ലോസ് ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് കുറവും സെല്ലിംഗ് പ്രൈസ് കൂടുതലുമാണെങ്കിൽ ഗെയിൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ഈക്വലാണ്. അപ്പോൾ നോ ലോസ് നോ ഗെയിൻ. ഇതാണ് ആൻസർ.